റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വഅഖിലിഹിമുർ റിബാ, പലിശ തിന്നുക, പലിശയിലൂടെയും ചൂതാട്ടത്തിലൂടെയും പൈസകൾ ശേഖരിച്ചുകൊണ്ട് മക്കൾ അത് ഹലാലോ ഹറാമോ ഒന്നും നോക്കാതെ തിന്നുക. പലിശ സർവ്വസാധാരണ വീട് വെക്കാൻ വേണ്ടി ചുമ്മാ നമ്മുടെ വീട്ടിൽ ബർക്കത്തില്ലാത്തത്. നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബങ്ങളിലും കച്ചവടങ്ങളിലും വാഹനങ്ങളിലും സന്താനങ്ങളിലും ബർക്കത്തില്ലാത്തതിന്റെ കാരണം നമ്മൾ പണമെടുക്കുന്നത്, പലിശയ്ക്ക് പണമെടുക്കുന്നത് സർവ്വസാധാരണമായിട്ടാണ്. ലക്ഷങ്ങൾ പോയി എടുക്കുന്നു, ഒരു പേടിയില്ല. കല്യാണത്തിന് എടുക്കുന്നു, കൃഷിക്ക് വേണ്ടി എടുക്കുന്നു. അങ്ങനെ ലോൺ എടുക്കുമ്പോൾ അത് നമ്മൾ തിരിച്ച് അടയ്ക്കുന്നത് എടുക്കുന്നതിനേക്കാളും 1 രൂപ കൂടുതലായിട്ടാണെങ്കിൽ അത് ഹറാമ് തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. നിങ്ങൾ ലോൺ എടുത്തോളി, 10 ലക്ഷം രൂപ ലോൺ എടുത്തോളി. ആ 10 ലക്ഷം രൂപ നിങ്ങൾ തവണ വ്യവസ്ഥയിൽ അടച്ചു തീർത്തോ, അത് പലിശയല്ല. 10,100,000 രൂപ നിങ്ങൾ അടച്ചിട്ടുണ്ടോ, അത് പലിശയാണ്. വാഹനത്തിന് വേണ്ടി നിങ്ങൾക്ക് 0% ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് വാഹനം കിട്ടുമെങ്കിൽ എടുത്തോ. ഇപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ട്. 5 ലക്ഷം 8 ലക്ഷം രൂപ കൊടുത്താൽ നിങ്ങൾക്ക് 0% വാഹനം കിട്ടും. എന്റെ വണ്ടി ഞാൻ അങ്ങനെ എടുത്ത് 2 ലക്ഷം രൂപ എനിക്ക് പലിശ ഇല്ലാതെ കടം തന്നിട്ടുണ്ട്. ബാക്കി പൈസ അടയ്ക്കേണ്ടി വന്നു. അപ്പോൾ അതല്ല, അപ്പൊ അതിനകത്ത് നമ്മൾ കാണും CC ആണെന്നായിരിക്കും കാണുക, പക്ഷെ പലിശയില്ല. പലിശ കൊടുത്തുകൊണ്ട് 60,000 രൂപ വില വരുന്ന വണ്ടി 80,000 രൂപ, 90,000 രൂപ, 65,000 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ വാഹനം വാങ്ങുന്നതെങ്കിൽ അത് പലിശയാണ്. ആ വാഹനത്തിലൂടെ യാത്ര ചെയ്യൽ നമ്മൾ സൂക്ഷിക്കണം. അത് നമുക്ക് ആഖിറം നഷ്ടമാകാൻ അത് കാരണമാകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതേപോലെ ലോട്ടറി എടുക്കും. 1,500 രൂപ, 800 രൂപ, 600 രൂപയ്ക്കൊക്കെ ദിവസം തോറും ലോട്ടറി എടുക്കുന്നവരുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു സഹോദരൻ ഇങ്ങനെ ലോട്ടറി എടുപ്പാൻ അദ്ദേഹം ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം വന്നതേ ഉള്ളൂ. അയാൾ എടുത്ത പൈസയുടെയും അയാൾക്ക് കിട്ടിയ പൈസയുടെയും ഇരട്ടി പൈസ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുത്തു. എന്തിനാണ് ആ പൈസ? ചൂതാട്ടമാണത്. ആരാന്റെ ഹറാമായ പൈസയാണ്. ആ പണം നമുക്ക് വേണ്ട മക്കളെ, നമ്മുടെ മക്കൾക്ക് കൊടുക്കരുത്, നമ്മുടെ ഭാര്യയ്ക്ക് കൊടുക്കരുത്, നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും കൊടുക്കരുത്. ഈ ദീനിന്റെ സദസ്സിൽ നിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നീട്ടുന്ന ബക്കറ്റിൽ പോലും അതിന്റെ ഒരു 10 രൂപ നിങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല. അത് നിഷിദ്ധമായ പൈസയാണ്. പന്നിയിറച്ചി തിന്നുന്നതിന് തുല്യമാണ്. മൻ അകല തആമ മിനൽ ഹറാമി കഅന്നമാ തഹറ തൗബ മിനൽ ബൗൽ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വതസ്ലീമാത്ത്. ആരെങ്കിലും ഹറാമിന്റെ ഭക്ഷണം, ഹറാമിന്റെ പണം കൊണ്ടാണ് ഭക്ഷണം കഴിച്ചതെങ്കിൽ അവൻ മൂത്രത്തിൽ അവന്റെ വസ്ത്രം കഴുകി ധരിച്ചവനെ പോലെയാണെന്ന് കമാ ഖാല ശഫീഉന റസൂലുള്ളാഹി. അല്ലാഹു കാക്കട്ടെ. ലോട്ടറിയിൽ നിന്നും പലിശയിൽ നിന്നും കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ തിന്നിട്ട് നമ്മുടെ മക്കളെ തീറ്റിക്കാനാണ് ശ്രമിച്ചതെങ്കിൽ മൂത്രത്തിലും തീട്ടത്തിലും മാലിന്യ വെള്ളത്തിലും ഇട്ട് വസ്ത്രം കഴുകിയവരെ പോലെയാണ്, ആ വസ്ത്രം കഴുകി ധരിച്ചവനെ പോലെയാണെന്നാണ് പരിശുദ്ധമായ ശരീഅത്ത് പറയുന്നത്. അതുകൊണ്ട് ആ പണം നമുക്കും വേണ്ട, നമ്മുടെ മക്കൾക്കും വേണ്ട. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് വരെ മേടിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി വെള്ളിയാഴ്ച രാവോട് കൂടി പൊരുത്തപ്പെട്ടേരെ. അല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ്. ഇനി മേലില്ല. ഇനി ഞാൻ എടുക്കില്ല. ലോട്ടറി ഉണ്ടോ പോക്കറ്റ്? കീറിക്കള. വേണ്ട, ഈ പണം അറിയില്ലായിരുന്നു, ഈ ചൂതാട്ടത്തിന്റെ പൈസ എനിക്ക് വേണ്ട പടച്ചവൻ എന്ന് കീറിക്കളഞ്ഞ് തൗബ ചെയ്ത് അല്ലാഹു മാപ്പാക്കി തരും. പലിശ വാങ്ങിയിട്ടുണ്ടോ? അതിന്റെ തൗബ എന്താ? 5 വർഷം പലിശ വാങ്ങിയ ഒരാൾ തൗബ ചെയ്യുന്ന രാത്രി പോലെ, അല്ലാഹുവേ 5 വർഷമായിട്ട് ഞാൻ കുറെ പലിശയ്ക്ക് ഞാൻ തിന്നവനാണ്, ഞാൻ വീട് വെച്ചത് അതാണ്, തോട്ടം വാങ്ങിയത് അതാണ്, ഇന്നും അതിലില്ല പടച്ചവനെ, എല്ലാം ഞാൻ മാപ്പാക്കണേ പടച്ചവനെ, ഞാൻ തിന്നൂല അല്ലാഹ്, ഒരിക്കലും ഇല്ല അല്ലാഹ്. പലിശയുടെ തൗബ ആയില്ല. 10 വർഷം കൊണ്ട് എത്ര രൂപയാണോ പലിശ ഇനത്തിൽ നീ തിന്നത്, ആ പലിശയുടെ പൈസ കൊണ്ടുപോയി ആരിൽ നിന്നാണോ വാങ്ങിയത് അവർക്ക് മടക്കി കൊടുക്കണം. അതാണ് നിന്റെ തൗബ. അതാണ് തൗബ. ഹജ്ജിന് പോയി 10 വർഷം, ഹജ്ജിന് പോയി 10 വർഷം പലിശ എന്നിട്ട് 10 വർഷം ഹജ്ജിന് പോയി, ഒരൊറ്റ ഹജ്ജ് കബൂലായിട്ടില്ല. നിങ്ങൾ വിചാരിക്കാൻ ഹജ്ജ് കബൂലായെന്ന് ഓടിപ്പോ. അള്ളാഹ് എടുക്കല്ലേ, ആധാർ എടുക്കാൻ മറക്കല്ലേ, മയ്യത്തിന്റെ കൂടെ വെച്ചേക്കണം ആധാറും കൂടെ. ഞാൻ ഹജ്ജ് ചെയ്ത അള്ളാഹ്. പലിശക്കാരന്റെ തൗബ 10 വർഷം, 5 വർഷം, 1 വർഷം, 6 മാസം അവൻ പലിശയ്ക്ക് പൈസ വാങ്ങി തിന്നിട്ടുണ്ട്. ആ പൈസ ആരിൽ നിന്നാണ് വാങ്ങിയത് അവർക്ക് മടക്കി കൊടുത്തേ. അതാണ് അവന്റെ തൗബ. ഒരാൾ വ്യഭിചരിച്ചു, അവൻ തൗബ ചെയ്തു, അറിയാതെ വന്നുപോയി, മാപ്പാക്കണേ പടച്ചവനെ, നീ ഇല്ല റഹ്മാനെ, ഒരിക്കലും ഇല്ല പടച്ചവൻ, പ്രശ്നമില്ല. പക്ഷെ പലിശ അതല്ലല്ലോ, മറ്റവന്റെ ഹക്കല്ലേ. 10,000 രൂപ തരേണ്ട സ്ഥാനത്ത് 12,000, 15,000 നീ വാങ്ങിയില്ലേ, 3,000 അവന്റെ ഹക്കാണ്, അതാ നീ തിന്നത്, അത് മടക്കിക്കൊട്, എന്നാലേ നിന്റെ തൗബ സ്വീകാര്യമാവുള്ളൂ. ഇല്ലെങ്കിൽ അത് ആശുപത്രി അല്ലാഹ് ഒളിപ്പിക്കുകയും ചെയ്യും, നിനക്ക് നാളെ നരകത്തിൽ ശിക്ഷയും കിട്ടും. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ബഹുമാനമുള്ള സഹോദരൻ, അത്രയും സൂക്ഷ്മത പാലിക്കാണ്. ഖുർആന്റെ പ്രഖ്യാപനമാണിത്, പാടില്ല എന്ന്.
الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. തറ വലിയ വാക്ക്. മദ്യവും ചൂതാട്ടവും വർജിക്കണേ വർജിക്കണേ വർജിക്കണേ. നിങ്ങൾക്ക് രക്ഷ വേണമോ? നിങ്ങൾക്ക് വിജയം വേണമോ? മദ്യവും ചൂതാട്ടവും നിങ്ങൾ ഒഴിവാക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് വിജയം വരിക്കാൻ സാധ്യമല്ല. ഓണ ബമ്പർ 25 കോടി കിട്ടണേ എന്ന് കരുതിയിട്ട് 6.5 ലക്ഷത്തോളം ലോട്ടറി ടിക്കറ്റ് വിറ്റിട്ട് 333 കോടി രൂപ കരസ്ഥമാക്കിയെങ്കിൽ അതിൽ 25 കോടി രൂപ ഒരാൾക്ക് ബമ്പറടിച്ചു. പാവപ്പെട്ട ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. പക്ഷെ അവന്റെ ഇന്നത്തെ വാക്കാണ്, എനിക്ക് കിടക്കപ്പൊറുതിയില്ല, എന്നെ രക്ഷപ്പെടുത്തണം, എനിക്ക് പേടിയാവുന്നു, ശത്രുക്കൾ അധികരിക്കുന്നു, എനിക്ക് സ്വസ്ഥമായി നടക്കാൻ കഴിയുന്നില്ല. 25 കോടിയിൽ 15 കോടിയേ കിട്ടിയുള്ളൂ. എനിക്ക് ഭയങ്കരമായ ശത്രുക്കൾ കൂടുന്നു, ഒരുപാട് പേര് സഹായം തേടി എൻ്റെ വീട്ടിലേക്ക് വരുന്നു, എനിക്ക് പല ഭീഷണികൾ വരുന്നു, തട്ടിക്കളയെന്ന് പറയുന്നു, കൊന്നുകളയെന്ന് പറയുന്നു. ചിരിച്ചുകൊണ്ടിരുന്ന മുഖം ഇപ്പം ഗൗരവത്തോടെയാണ് എൻ്റെ ഇപ്പോഴത്തെ മുഖം കാണുന്നത്. ചിരിച്ചോണ്ട് ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് 25 കോടി അവ എന്തൊക്കെയോ കണ്ടു. ഇപ്പം പുലിയെ കണ്ടതുപോലെ എൻ്റെ മുഖം എല്ലാം കൂടെ. പണം കൊണ്ട് എങ്ങനെയുണ്ട്? സമാധാനം ഉണ്ടോ? കഴിഞ്ഞ വർഷം ബമ്പർ അടിച്ചപ്പോൾ ഇപ്പോഴും പറയാ, ഞാൻ 3 പ്രാവശ്യം ടാക്സ് അടച്ച് എൻ്റെ കുടുംബം വിൽക്കേണ്ടി വന്നു. കഴിഞ്ഞ വർഷം ബമ്പർ അടിച്ചത്. ഇതെല്ലാം ഉണ്ട്, ന്യൂസ് എടുത്ത് വായിച്ചില്ലേ? ഇതൊക്കെ വായിക്കുന്നതല്ലാണ്. നമ്മൾ വിചാരിക്കും പൈസ കിട്ടുമ്പോൾ എല്ലാം അടിപൊളിയായ അളിയാ, രക്ഷപ്പെട്ടളിയാന്ന്. ബഹുമാനമുള്ള സഹോദര, സമ്പന്നന്മാർ സ്വസ്ഥമായിട്ട് 1 മിനിറ്റ് ഇരുന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ, സംവദിക്കാൻ അവർക്ക് സമയമുണ്ടോ? അവരല്ല നിയന്ത്രിക്കുന്നത്. ഫോൺ മറ്റൊരാളുടെ കയ്യിലാണ്. അടുത്തുള്ള പാറാവുകാരൻ തീരുമാനിക്കണം, സാർ ഇന്ന് വെള്ളം കുടി, സാർ ഇയാൾ കൊടുക്കണം വെള്ളം, സാർ ഇന്ന് നമുക്കവിടെ വിശ്രമിക്കാം, സാർ ആ ശരി ഇവിടെ വിശ്രമിക്കാം, സാർ ഇന്ന് ഭാര്യ അടുത്ത് പോകണ്ട, സാർ ശരി ഇന്ന് പോകുന്നില്ല, സാർ. അവൻ തീരുമാനിക്കണം, അവന്റെ ഭാര്യ അടുത്ത് പോകണം, അവനല്ല തീരുമാനം, കൂടെയുള്ളവർ. കാരണം പണം ഇവന്റെ സംരക്ഷകരാണ് ഇവരെല്ലാവരും. ഇവർ പറയുന്നത് പോലെ സഞ്ചരിച്ചെങ്കിൽ ഇവന് പോകേണ്ട സ്ഥലത്ത് എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. ഇങ്ങനെ കുറെ പണം ഉണ്ടിട്ട് വല്ല വായതയുണ്ട്? ഒരു വാത് കേൾക്കാൻ പറയാൻ പറ്റുമോ? ഒരു തൈക്കാവി ഒന്ന് നിസ്കരിക്കാൻ പറ്റുമോ? 2 കപ്പയും മത്തിക്കറിയും കഴിക്കാൻ പറ്റുമോ? സ്വസ്ഥമായിട്ടിരുന്നിട്ട് നമ്മളൊക്കെ ആ ചമ്മന്തി ഉടച്ചിട്ട് ആ മത്തിക്കറി ഉണക്കമീനൊക്കെ തിന്നാ, മാഷാ അല്ലാ, അതിൻ്റെ ഒരു ടേസ്റ്റ് ആർക്കെങ്കിലും തിന്നാൻ പറ്റുമോ? കരുനാപ്പള്ളി കൂടെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ കയറി ഒരു അൽഫാം അടിക്കാൻ പറ്റുമോ? സ്വസ്ഥമായിട്ട് ഒരു കോഴിക്കാൽ തിന്നാൻ പറ്റുമോ? തിന്നുന്നതിന് മുമ്പ് എല്ലാവരും കയറി വരൂല്ലേ? ഉള്ളത് മരിച്ചിടാൻ പോവില്ലേ? ഹബീബെ, സ്വസ്ഥതയുണ്ടോ ഈ പണത്തിന്റെ പേരിൽ? സ്വസ്ഥതയുണ്ടോ? ചിന്തിച്ചു നോക്കൂ. അപ്പൊ നമ്മൾ ഈ മദ്യം കടിച്ചാലും ഇതൊക്കെ അല്ലാഹു തആല എന്തിനാ പറഞ്ഞ? ഈ ലോട്ടറി ഇത് നിഷിദ്ധമാണെന്ന് എന്തിനാ പറഞ്ഞത്? ഇന്നമാ യുരീദു ശൈത്വാനു അയ്യൂഖിയ ബൈനകുമൽ അദാവതു വൽ ബഗ്ളാ. പിശാചിന്റെ പണിയാണിത് കേട്ടോ, പിശാചിന്റെ പണിയാണിത്. ആ പിശാചിന്റെ ജോലി നിങ്ങൾക്കിടയിൽ സത്യവും സാഹോദര്യവും സമത്വവും ഒക്കെ ഉണ്ടായ നിങ്ങൾക്കിടയിൽ ഇതങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് നിങ്ങളെ ഛിന്ന ഭിന്നമാക്കലാണ്, നിങ്ങളെ തമ്മിലടിപ്പിക്കലാണ്, നിങ്ങളെ ശത്രുക്കളാക്കലാണ്, ബദ്ധവൈരികളാക്കലാണ് പിശാചിന്റെ പണി. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, ഫജ്തനിബൂ, ഇത് നിങ്ങൾ വർജിക്കണേ, വർജിക്കണേ എങ്കിൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കേട്ടോ, നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാം കേട്ടോ. ഖുർആൻ ഇതൊക്കെ നേരത്തെ പറഞ്ഞാണ്. മദ്യം കഴിച്ചവന്റെ, ലഹരി അടിച്ചവന്റെ വീട്ടിൽ സമാധാനം ഉണ്ടോ? സ്വസ്ഥതയുണ്ടോ? സമാധാനവും സ്വസ്ഥതയുണ്ടോ? മക്കൾക്ക് സ്വസ്ഥതയുണ്ടോ? വാപ്പാക്ക് സ്വസ്ഥതയുണ്ടോ? ഉമ്മാക്ക് സ്വസ്ഥതയുണ്ടോ?
ഒന്ന് ആലോചിച്ച് നോക്ക്. പണ്ടൊക്കെ നമ്മുടെ വാപ്പ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ താമസിച്ചു പോയാൽ പേടിയാ, വിറച്ചു വരും. വാപ്പ ഇശാ നിസ്കരിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ വന്ന് സിറ്റ് ഔട്ടിന്റെ വാതിൽ ഇങ്ങനെ ഇരിക്കും. പണ്ടത്തെ കാരണവർമാർ മുറുക്കാനൊക്കെ മുറുക്കി വലിയൊരു തസ്ബീഹൊക്കെ എടുത്ത് പിടിച്ച് ആലത്തീഫ് ഒക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഇവ ഇച്ചിരി എങ്ങാനും താമസിച്ചു പോയാൽ ഉമ്മായി വിളിക്കും, ഉമ്മ വാപ്പ ഉണ്ടോ, ഉമ്മ വാപ്പ ഉണ്ടോ? വാപ്പ അവിടെ ഫ്രണ്ട് ഇരിപ്പുണ്ട്, നീ എവിടെ പോയിരുന്നു ഇത്ര നേരം? നീ ഒരു കാര്യം ചെയ്യും, നീ അപ്പുറത്ത് അവൻ്റെ അയ്യത്തൂടെ പുരടത്ത് കൂടെ കയറി ഇപ്പുറത്ത് വന്ന് എൻ്റെ അടുക്കളയുടെ വാതിൽ തുറന്നു അതിൽ കൂടെ കയറി മിണ്ടാതെ കയറി വാ. കുറേ നേരം കഴിയുമ്പോൾ മൂപ്പര ചോദിക്കും, കദിയാ ഷബീർ വന്നില്ലേ? കദിയാ ആ വിളി കേൾക്കുമ്പോൾ തന്നെ അല്ലാ പടച്ചവൻ, എന്താ ആ ഷബീർ വന്നില്ലേ? അവൻ എപ്പോഴേ വന്ന് കിടപ്പുണ്ടല്ലോ. ആ വന്ന ഉമ്മ സപ്പോർട്ട്. ഈ മക്കളെ മൊത്തം പഴപ്പിക്കുന്ന ഉമ്മായ. വന്നിട്ടില്ല, ഒരു പുതപ്പെടുത്തവൻ കിടക്കുന്ന പോലെ അവിടെ കിടക്കുന്നു. ഇനി കിളവനങ്ങാണ് ഓർത്തിട്ട് കയറാൻ പോയാ അവിടെ വെള്ളം കിടക്കുന്നു, നിങ്ങൾ അവിടെ അങ്ങ് തെന്നി വീഴാതെ മനുഷ്യ അവിടെ ഇരി. അവിടെ നേരത്തെ ഞാൻ കഞ്ഞിവെള്ളം കൊണ്ടുവന്നപ്പോൾ താഴെ വീണ്, നിങ്ങളെങ്ങനെ ഇനി ഞാൻ അങ്ങോട്ട്, അതെന്തിനാ നീ കഞ്ഞിവെള്ളം കൊണ്ട് തൊണ്ടിട്ടെ? അത് തടയാണ്, അങ്ങോട്ട് പോകണ്ട. ചെറുക്കം വന്നിട്ടില്ല, രണ്ടപ്പുറത്ത് കയ്യാൽ കയറിയാൽ വരാൻ പറ്റുള്ളതില്ലേ കൂടെ. എന്റെ വഴി തുറന്നു കൊടുക്കുന്ന ആരാ? പണ്ട് കാരണവരന്മാരുണ്ടപ്പം മക്കള് പേടിച്ചു, വാപ്പ ഉണ്ട്, അല്ലാ പേടിയാണ്. ഇന്ന് വാപ്പ ഇശാ നിസ്കരിച്ചിട്ട് കദിയ വിളിക്കും, കദിയാ അവൻ വന്നോ, അവൻ ഉണ്ടോ? എന്തെന്നറിയോ? വാപ്പയ്ക്ക് നേരത്തെ കയറാൻ, വരുന്നതിന് മുമ്പ് വീട്ടിൽ കയറാൻ. ഇവൻ വരുന്നതിന് മുമ്പ് വീട്ടിൽ കയറണം, ഇല്ലെങ്കിൽ അവൻ മറ്റേ ഐറ്റം അടിച്ചോണ്ടാ വരുന്നത്. വാപ്പ ദിക്കറും ദുആയെല്ലാം കഴിഞ്ഞ് താമസിച്ച് വരുമ്പോ ഇത്ര നേരം ഇശാ നിസ്കരിച്ച് പള്ളിയെല്ലാം പൂട്ടിക്കൊണ്ട് വിട്ട് നാളെ മുതൽ കൃത്യസമയത്ത് കയറിയില്ലെങ്കിൽ റോഡിൽ കിടന്നോണം, അല്ലെങ്കിൽ പള്ളി പോയി കിടന്നോണം. പഠിച്ചോനെ, ഇന്നത്തെ കാലം അങ്ങനല്ലേ. പണ്ട് പിതാക്കന്മാരെ പേടിച്ചിരുന്നു, ഇന്ന് നമ്മൾ മക്കളെ പേടിക്കണം. ഇന്ന് മക്കളെ പേടിക്കണം. നമ്മൾ സ്വസ്ഥായിട്ട് വീട്ടിൽ ഉറങ്ങാൻ പറ്റൂല. ഞാൻ വാത് പറഞ്ഞ പല സ്ഥലത്ത് കരഞ്ഞോണ്ട് എൻ്റെ മുന്നിൽ വന്നിട്ട് വാപ്പമാര് പറഞ്ഞു, ഉസ്താദേ എൻ്റെ മകൻ വല്ലാത്ത കഷ്ടത്തില്ല, ലഹരിയിലാണ്, എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു, ഒന്ന് ദുആ ചെയ്യണം ഉസ്താദേ എന്ന്. എൻ്റെ പൊന്നു വാപ്പ, ദുആ ചെയ്തിട്ട് കാര്യമില്ല. ഉത്തരവാദിത്വം നിങ്ങളാണ്. എൻ്റെ പിഴപ്പിക്കേണ്ട മെയിൻ നമ്പർ 1 ഉസ്താദ് നിങ്ങളാണ്. മക്കളെ വളർത്തേണ്ട രീതി തുടക്കം മുതലേ വളർത്തിയെടുത്തിരുന്നെങ്കിലുണ്ടല്ലോ, വാപ്പായെ കണ്ടാലേ അവൻ പേടിക്കും. അവിടെ അവൻ മൂത്രം ഒഴിക്കും. അവിടെ വാപ്പായെ കണ്ടാൽ മതി. നമ്മൾ മാതാപിതാക്കൾ വപ്പം മക്കള് പൊന്ന് പൂക്കള് എൻ്റെ ചക്കര തങ്കക്കുടം എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത മുസീബത്ത് മൊത്തം വാങ്ങിക്കൊടുത്ത് അവനെ അങ്ങോട്ട് പൊക്കിയ കൈവെള്ളയിൽ വെച്ച് എന്ത് തോന്നിയാസം ചെയ്താലും മിണ്ടയില്ല. ഇത്രയും സ്വാതന്ത്ര്യം വെച്ച് കൊടുത്തില്ലേ വാപ്പ ഉമ്മ? ഇപ്പൊ അനുഭവിക്കുന്നത് ആര്? എന്നിട്ട് ഇപ്പോൾ ഉസ്താദന്മാര് നമുക്കിവിടെ ചുമ്മാ ഇരിക്കാൻ വയ്യ. നമ്മൾ കാണാൻ ദുആ ചെയ്താൽ ഇവനെങ്ങനെ നന്നാവോ? ഇന്നത്തെ ആധുനിക കമ്പ്യൂട്ടറിന്റെ മോനാ ഇവനെങ്ങനെ നമ്മൾ ദ്വാരം നന്നാവാ? നമ്മൾ ദ്വാരത്തിന് നമ്മളെ നന്നാവാൻ കഴിയത്തില്ല, പിന്നെ ഇവനെങ്ങനെ നന്നാവാൻ പോവാ? എങ്ങനെ നന്നാവെന്ന് പറ, എന്ത് ചെയ്യാനാ? അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ ഉമ്മയോടും ഉപ്പയോടും ഒരു ഉപദേശം നൽകുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഉമ്മമാരെ ഉപ്പമാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളെയും സൂക്ഷിക്കണേ, നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം കേട്ടോ. അയൽവക്കക്കാരന്റെ മക്കളെ സൂക്ഷിക്കണമെന്നല്ല അള്ളാന്റെ പ്രഖ്യാപനം, നാട്ടുകാരുടെ മക്കളെ സൂക്ഷിക്കണമെന്നല്ല അള്ളാന്റെ പ്രഖ്യാപനം. നമ്മുടെ ബീജത്തിൽ പിറന്ന നമ്മുടെ സന്തതി ഉണ്ടല്ലോ, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, നരകത്തിൽ പോകാതെ നിങ്ങൾ സൂക്ഷിക്കണേ ഉപ്പമാരെ ഉമ്മമാരെ. അതുകൊണ്ട് ചെറുപ്പം മുതല് തർബിയത്ത് കൊടുത്ത് വളർത്തേണ്ട ബാധ്യത ഉമ്മാടെ ഉപ്പാടെയും കൈകളിലാണ്. അവരുടെ കൈകളിൽ നിന്ന് മക്കൾ കുതറിപ്പോയാൽ പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല മക്കള്, പിന്നെ ഖേദിച്ചിട്ട് യാതൊരു പുണ്യവുമില്ല. അതുകൊണ്ട് തുടക്കത്തില് മക്കളെ എങ്ങനെ വളർത്തണമെന്ന് പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകന്റെ പ്രകീർത്തനങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിട്ടാണ്, ആധുനിക സംവിധാനത്തെ അതിന് അടിമപ്പെട്ടിട്ടാണ് ഇന്ന് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നത്. അതിന്റെ പേരിൽ നമ്മുടെ മക്കൾ നമ്മളെ അനുസരിക്കാത്ത അഹങ്കാരികളായ മക്കളായി പോയി. ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും ദുആ ചെയ്യാൻ നബി തങ്ങൾ പഠിപ്പിച്ചു. എത്ര വാപ്പായും ഉമ്മയും ദുആ ചെയ്യുന്നുണ്ട്? ജസ്റ്റ് ഒന്ന് ചോദിക്കാം. നമ്മുടെ ഇന്ന് ഹക്കായിട്ട് നിങ്ങൾ കൈപോക്കണം. ഞാൻ പറയുമ്പോൾ
തൻ്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തവർ കൈപൊക്കും, ഇല്ലാത്തൊരു പൊക്കരുത്. ഇത്രയും പേരിൽ കുറച്ച് പേര് പൊക്കി. അള്ളാഹു എല്ലാവരുടെയും മക്കളെ നന്നാക്കട്ടെ, എല്ലാവരുടെയും മക്കളെ നന്നാക്കട്ടെ. കാരണം എന്നറിയോ, നമുക്ക് ആ ശ്രദ്ധയില്ല, അതാണ് എൻ്റെ അർത്ഥം. ശ്രദ്ധയില്ല. ഒരിക്കലും അല്ലാഹു തട്ടിക്കളയുകയില്ല. അതിലൊന്ന് ദഅവത്തുൽ വാലിദി വലദിഹി, തന്റെ വാപ്പായും ഉമ്മായും മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ അല്ലാഹു തട്ടിക്കളയുകയില്ല. നബിയുന റസൂലുള്ളാഹി. വാപ്പായും ഉമ്മയും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. പ്രജനെ പിഴപ്പിക്കല്ല അല്ലാ, എൻ്റെ കുഞ്ഞിനെ പിഴപ്പിക്കല്ല അല്ലാ. ഉമ്മ കരയണം, വാപ്പ കരയണം. കഞ്ചാവടിച്ച് റോഡിൽ കിടന്നിട്ട് പോലീസുകാരൻ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വാപ്പയും ഉമ്മയും വിളിപ്പിച്ച് സ്റ്റേഷനിൽ വരുത്തുമ്പോ അന്നേരം കണ്ടിട്ടല്ല ഖേദിക്കേണ്ടത്, അവിടെ വീഴാൻ പോകുന്നതിന് മുമ്പേ വാപ്പയും ഉമ്മയും ഖേദിക്കണം, പറയണം, ദുആ ചെയ്യണം. എൻ്റെ മോനെ പിഴപ്പിക്കല്ലേ പടച്ചവനെ, എൻ്റെ മക്കളെ പിഴപ്പിക്കല്ലേ പടച്ചവനെ. അതിനാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, ഉലമാക്കൾ നമുക്ക് ചില ആയത്തുകൾ പഠിപ്പിച്ചു വരുന്നുണ്ട്. മക്കൾ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് അവരുടെ വലത് കാതിൽ ഓതി കൊടുക്കണം. സൂറത്തു ആല ഇമ്രാനിലെ 36-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്. ഇത് 3 പ്രാവശ്യം വീതം പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടിയുടെ വലത് കാതിൽ ഓതി കൊടുത്താൽ അവൻ പിഴയ്ക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് പ്രസവിച്ച ഉടനെ ഞാൻ കുഞ്ഞിന് അങ്ങനെ അത് കൊടുക്കണം, ഓതി കൊടുക്കണം. അത് إني أعيذها بك وذريتها من الشيطان الرجيم فتقبلها ربها بقبول حسن وأنبتها نباتا حسنا وكفلها زكريا كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنى لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب. കുഞ്ഞുങ്ങളുടെ കാതിൽ ഓതി കൊടുക്കണം, അവൻ വ്യഭിചരിക്കൂല എന്നാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാത്തതിന് എന്ത് ചെയ്യണം? എന്നിട്ട് എല്ലാ ദിവസവും വാപ്പ ഉമ്മ ദുആ ചെയ്യണം മക്കൾക്ക് വേണ്ടി. എല്ലാ ദിവസവും ദുആ ചെയ്യണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. കൺകുളിർമയുള്ള മക്കളാക്കണേ അല്ലാ, ഞങ്ങളുടെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കണേ അല്ലാ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, എൻ്റെ മക്കളെ കണ്ട് നാട്ടുകാര് പഠിക്കണേ അല്ലാ, നല്ല മക്കളെന്ന് നാട്ടുകാര് പറയണേ അല്ലാ. എൻ്റെ മക്കള് നല്ലവർക്ക് നേതൃത്വം കൊടുക്കുന്ന മകനാക്കി നീ മാറ്റണേ അല്ലാ. ഖുർആനിൽ വരെ ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആര് ചെയ്യുന്നുണ്ട് ഇത്? ഏതുമ്മ ചെയ്യുന്നു? മോൻ പിഴച്ചു, അവൻ ലഹരി, ഇവ ലഹരിയിൽ പോകാതിരിക്കാൻ ആര് ദുആ ചെയ്യുന്നു? ഉമ്മ കരയണം, പൊട്ടിക്കരയണം. കുഴിയിൽ വീണിട്ട് ഖേദിച്ചിട്ട് കാര്യമില്ല, അതിൽ വീഴുന്നതിന് മുമ്പ് നമ്മൾ ഖേദിക്കണം, അതിന് മുമ്പേ ദുആ ചെയ്യണം. ഇതിനാണ് ഭാര്യ ഭർത്തൃ ബന്ധം തുടങ്ങുമ്പോൾ തന്നെ ഈ പിശാചിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ നീ സഹായിക്കണേ അല്ലാ എന്ന് ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇതൊക്കെ നമ്മൾ ചെയ്യാതെ കുട്ടികളെ പഴിച്ചിട്ട് കാര്യമില്ല. എന്നിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം ഹലാൽ കൊടുക്കണം. ഈ വാപ്പ് ഹലാൽ അല്ലാത്തത് കുറേ പണം എവിടുന്നെങ്കിലും പണം കിട്ടിയിട്ട് കാര്യമില്ല. പണം കൊണ്ടുവന്നിട്ട് ഹറാമിന്റെ അംശം ചേർത്തിട്ട് ഈ മക്കൾക്ക് കൊടുത്താൽ വല്ലാഹി ഈ മക്കൾ നന്നാവുകയില്ല. അവൻ പിഴച്ചേ പോവുള്ളൂ. നമുക്ക് കുറെ പണം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ബീവേ. എന്തിനീ പണം? ഹറാമായ പണം, ആരാന്റെ പണം? ഇതൊക്കെ വാരി തിന്നിട്ട് തന്റെ മക്കളെ പഠിപ്പിക്കുകയാണ്. പലിശയ്ക്ക് പണം എടുത്തിട്ട് തന്റെ മക്കളെ പഠിപ്പിക്കുകയാണ്. പലിശയ്ക്ക് പണം എടുത്തിട്ട് തന്റെ മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ കാർ കൊടുക്കുകയാണ്. പലിശയ്ക്ക് പണം കൊടുത്തിട്ട് തന്റെ മക്കളുടെ കല്യാണം ആഡംബരമായി നടത്തുകയാണ്. എന്നിട്ട് എന്ത് ദുആ? മണ്ണാങ്കട്ട ദുആ. ആര് കേൾക്കാൻ ഇത്? മൊയ്ലിയാർക്ക് 1000 രൂപ കിട്ടി, എടാ ദുആടെ കാഠിന്യം കൊണ്ട്. നമ്മൾ ഈ മുഴുവൻ കടവും എടുത്ത് പലിശയ്ക്ക് പൈസ എടുത്തിട്ട് മോളെ കല്യാണം കഴിപ്പിച്ചിട്ട് CC ഇട്ട കാറിനകത്ത് കയറ്റിയിട്ടിട്ട് മോളെ പൊയ്ക്കോ മോളെ എന്ന് പറഞ്ഞാൽ ആ മോളുടെ വയറ്റിനകത്ത് ഉണ്ടാകാൻ പോകുന്ന കുട്ടിയും ഈ പലിശയുടെ അംശമാണ്.
ചിന്തിച്ചിട്ടുണ്ട് ആരേലും? ഹലാലാണെന്ന് ഏതെങ്കിലും ഉസ്താദ്മാർ ഫത്വ വന്നോ? തരുവായിരിക്കും. അതാ ഞാൻ നേരത്തെ ആദ്യം ഓതിയ ഹദീസ്. അങ്ങനെയും ഫത്വ കൊടുക്കുന്ന ഉസ്താദന്മാരുണ്ട്. കേട്ട് പഠിച്ചോ. എന്നെ കൊണ്ട് കിട്ടൂല, എന്നെ കൊണ്ട് അതിന് പറ്റിയില്ല. ഇല്ലെങ്കിൽ അതിനനുസരിച്ച് മതി. ഇഷ്ടംപോലെ ഓഫറുകൾ കിട്ടും, ഇഷ്ടംപോലെ ഓഫറുകൾ കിട്ടും. നിങ്ങൾക്ക് വീട് വെക്കണോ, കട എടുക്കണോ, ഓഫർ ഉണ്ട്, വാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഓഫർ ഇഷ്ടംപോലെ ഓഫറാ. നമ്മളിത് ഓഫർ നോക്കിയിരിക്കുകയാണ്, ഈ ഓഫർ നോക്കിയിരിക്കുകയാണ്.